ഖുറാനിൽ പോലും പറയുന്നുണ്ട് ക്ഷീണത്തിൻ്റെ മേലെ ക്ഷീണമാണ് ഒരു ഉമ്മ അനുഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പാരന്റിങ് ഭയങ്കര ഈസിയാണ്, പ്രഗ്നൻസി ഭയങ്കര ഈസിയാണ്, ഡെലിവറി ഭയങ്കര ഈസിയാണ്, അങ്ങനെയൊന്നും ഞാൻ എവിടെയും പറഞ്ഞു വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. സ്ട്രഗിൾ തന്നെയാണ്. പക്ഷേ ഈ സ്ട്രഗിൾ ഉണ്ടാകുമ്പോഴും സ്വന്തം സ്വപ്നവും സ്വന്തം പാഷനും സ്വന്തം കരിയറും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫും നമുക്കങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞാൻ എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാവും. പക്ഷെ അപ്പോഴും ഈ ഡിഫിക്കൽറ്റി എന്നൊക്കെ പുറത്തുനിന്ന് പറയുമ്പോഴും വിശ്വാസത്തോടു കൂടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ഈസിനെസ് ഉണ്ട്. അതും അവിടെയുണ്ട്, ഇത് രണ്ടും അവിടെയുണ്ട്. ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത് പുറമേക്ക് കാണുന്നൊരു മായ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും പറയുമ്പോൾ 2 മക്കളുണ്ട്, ടൈമിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അതിനോട് കോച്ചിങ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം യെസ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പുറമേക്ക് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പം ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു ഈസിനെസ് ഉണ്ട്. നിങ്ങൾ നിൽക്ക്, അപ്പം ഞാൻ നിങ്ങൾക്ക് ധൈര്യം തരാമെന്ന് പറയുന്നത് പോലുള്ള ഒരു ധൈര്യം, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെല്ലാവർക്കും പറ്റുമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷെ പറ്റണമെന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറ്റും. അല്ലാതെ ഞാനും ഉമ്മയായി നീയും ഉമ്മയായിക്കോ, ഞാനിത് ചെയ്തു നീ ഇത് ചെയ്തു, അങ്ങനെയല്ല. നിനക്ക് ഉമ്മയാവണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് പറ്റും. നിനക്ക് ഉമ്മയായിട്ട് നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിനക്കിതും പറ്റും. പക്ഷെ നീ കുറച്ച് കാര്യങ്ങൾ ഒന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ റെഡിയാക്കാൻ പറ്റുന്നത് ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പ്രോമിസ്ഡാണ്. കാരണം ഇത് ഞാൻ ഹുസ്നാക്ക് പറയാം, ഹുസ്ന അത് നേടിയെടുത്തിട്ടുള്ളത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ അത് കുറച്ച് ആൾക്കാരെ കൊണ്ട് ഞാൻ നേടിയെടുപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മമ്മ.